പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ അവർ മുവഹിദുകളാണെങ്കിൽ, മുശ്രിക്കുകളാണെങ്കിൽ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിന് വേണ്ടി തേടിയിട്ട് യാതൊരു കാര്യവുമില്ല. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിലെ 113, 114 ആയത്തുകളിൽ അല്ലാഹു പറയുന്നത്, മാ കാന ലിന്നബിയ്യി, ഒരു പ്രവാചകനും പാടില്ല, വല്ലദീന ആമനു, വിശ്വാസികൾക്കും പാടില്ല, അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ, ബഹുദൈവ ആരാധകർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ. വലൗ കാനൂ ഉലീ ഖുർബ, അവരെത്ര അടുത്ത ബന്ധുക്കളാണെങ്കിലും ശരി, മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, അവർ നരകത്തിന്റെ ആളുകളാണെന്ന് ഖുർആൻ സ്ഥിരപ്പെടുത്തിയ സ്വഭാവത്തോടുകൂടി, വിശ്വാസത്തോടു കൂടിയാണ് അവർ കാഫിറുകളാണ് എന്ന് സ്ഥിരപ്പെട്ടതാണെങ്കിൽ പിന്നെ അവർക്ക് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തരുത്. അപ്പോൾ ഇബ്രാഹിം നബി നടത്തിയതോ ഉപ്പാക്ക് വേണ്ടി. ഇബ്രാഹിം നബിയുടെ ഉപ്പ മുശ്രിക്കായിരുന്നല്ലോ, വിഗ്രഹം ഉണ്ടാക്കി വിൽപ്പന നടത്തിയ ആളാണല്ലോ, വിഗ്രഹത്തെ ആരാധിച്ച ആളാണല്ലോ. അപ്പോൾ ഇബ്രാഹിം നബി എന്തുകൊണ്ട് പ്രാർത്ഥിച്ചു? ഇത് ചില സ്വഹാബികൾ ചോദിച്ചതാണ്. അതിനുള്ള മറുപടി അള്ളാഹു നൽകി, വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹിം ലിഅബീഹി ഇല്ലാ അൻ മൗഇദത്തിൻ വഅദഹാ ഇയ്യാ, അത് ഉപ്പാക്ക് ഇബ്രാഹിം നബി നൽകിയ ഒരു വാഗ്ദാനമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടും എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. ആ വാക്ക് പാലിച്ചതാണ്. എന്നാൽ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല എന്ന്. എന്നാൽ ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവ്വുൻ ലില്ലാഹ്, എന്നാൽ തൻ്റെ ഉപ്പ അള്ളാഹുവിന്റെ ശത്രുവാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ തബറഅ മിൻഹു, ഉപ്പയിൽ നിന്ന് പിന്നെ വിട്ടുനിന്നു, പിന്നെ ദുആ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ആദ്യം സംഭവിച്ചതാണ്, പിന്നീട് അത് സംഭവിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ബഹുദൈവാരാധകരാണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ദുആ നടത്താൻ പാടില്ല. എന്നാൽ തൗഹീദ് ഉള്ളവരാണ്, അവർക്ക് നമസ്കാരത്തിൽ വീഴ്ച വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പല നോമ്പും നോറ്റിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ ഹജ്ജ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പല ഹറാമുകളും ചെയ്തവരായിരിക്കാം, പല നന്മകളും ചെയ്യാത്തവരുമായിരിക്കാം. പക്ഷേ അതൊന്നും നാം അവർക്ക് പ്രാർത്ഥിക്കാതിരിക്കാനുള്ള ന്യായങ്ങളല്ല, മറിച്ച് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അല്ലാഹു അവർക്ക് പുറത്തു കൊടുത്തേക്കാം.